എയർബോൺ എന്ന പേര് നൽകിയ ഒരു പിഴവ് കാരണം എയർപ്ലേ വഴി നിങ്ങളുടെ ഐഫോണും മാക്കും എന്തിനധികം നിങ്ങളുടെ കാർ വരെ ഹാക്കർമാർക്ക് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഹാക്ക് ചെയ്യാനും ആക്രമിക്കാനും ഒക്കെ കഴിയുമെന്ന് ആർക്കൊക്കെ അറിയാം. ഇതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ട് 2ൽ കൂടുതൽ ആഴ്ചകൾ കഴിഞ്ഞുവെങ്കിലും ഇതുവരെ ഇത് സെക്യൂരിറ്റി റീസൺസിന്റെ കാരണമാണെന്നോ ഇതൊരു മോശം വാർത്തയാണെന്നോ അല്ലെങ്കിൽ തെറ്റായ വാർത്തയാണെന്നോ എവിടെ നിന്നും ആരുടെയും സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. ഓഡിയോ, വീഡിയോ, ഫോട്ടോ തുടങ്ങിയവയെല്ലാം തന്നെ ആപ്പിൾ ഉപകരണങ്ങളിൽ നിന്നും മറ്റ് ഉപകരണങ്ങളിലേക്ക് സ്ട്രീം ചെയ്യാൻ സഹായിക്കുന്ന എയർപ്ലേയിൽ 23 പിഴവുകളാണ് ഒലിഗോ സെക്യൂരിറ്റി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് കണ്ടെത്തിയതിനു ശേഷം അവ ഉപയോഗിച്ച് വിദൂരതയിലുള്ള ലക്ഷക്കണക്കിന് ഉപകരണങ്ങൾ ഹാക്ക് ചെയ്യാനുള്ള 17 വ്യത്യസ്ത വഴികളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ 17 പ്രശ്നങ്ങളും വ്യത്യസ്ത വഴികളിലൂടെ ഹാക്ക് ചെയ്യപ്പെടാൻ വഴിയൊരുക്കുകയാണ് മാത്രമല്ല ഓരോന്നിനും ആക്രമിക്കപ്പെടാതെ സുരക്ഷയൊരുക്കാൻ പ്രത്യേകം സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണെന്നും പറയുന്നു. ഹാക്കർമാർക്ക് മാക് OS ദുരുപയോഗം ചെയ്ത ആപ്പിൾ മ്യൂസിക് ആപ്പിന് പകരമായി മലീഷ്യസ് കോഡ് സ്ഥാപിക്കുന്നതടക്കമുള്ള ഒരു പ്രവർത്തനം ചെയ്യാതെ തന്നെ ഫോണും മറ്റു ഉപകരണങ്ങളും ഹാക്ക് ചെയ്യാൻ കഴിയുന്ന സീറോ ക്ലിക്ക് ആക്രമണത്തിന് എയർബോൺ സഹായമേകുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്.